എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 20-ാമത്തെയും 21-ാമത്തെയും വാക്യം, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും സ്വപ്നം കാണുന്നതിലും പ്രതീക്ഷിക്കുന്നതിനും ഒക്കെ അപ്പുറത്ത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചിന്തിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അത് വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസമാണ്. അത് വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഭാഗ്യങ്ങളൂടെ നമ്മൾ പഠിക്കണം. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരാൾ തിരിച്ചറിഞ്ഞാൽ, ക്രിസ്തുയേശുവിൽ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതിൻ്റെ നീളവും വീതിയും ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമുക്ക് ധൈര്യത്തോടെ വലിയ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. കാരണം നമ്മുടെ അപ്പ ആരാ? ഈ വലിയവനായ അപ്പയ്ക്ക്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിന്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈ പിതാവിന് എന്നോടുള്ള സ്നേഹം എനിക്ക് തിരിച്ചറിയുമ്പോൾ ഈ അപ്പയിൽ നിന്ന് എന്തും നമുക്ക് പ്രാപിക്കാൻ കഴിയും. എന്തും ചോദിക്കാനുള്ള വിശ്വാസവും ആ ധൈര്യവും നമുക്ക് കിട്ടും. കാരണം എന്നോടുള്ള സ്നേഹം വലുതായതുകൊണ്ട്, എന്നോടുള്ള ആ കരുണ വലുതായതുകൊണ്ട്, ആ സ്നേഹത്തിൻ്റെ ആഴം അല്ലെങ്കിൽ അതൊരു വെളിപ്പാടിൽ എനിക്ക് മനസ്സിലാകുമ്പോൾ എനിക്ക് ധൈര്യമായി അപ്പയുടെ അടുക്കൽ നിന്ന് എന്തും ചോദിക്കും. അപ്പോഴാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിന് എന്താണ് നമുക്ക് അറിയേണ്ടത്? നമ്മളോടുള്ള ദൈവസ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ എന്തെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കൃപ തരണം. അപ്പം നമ്മുടെ ജീവിതം ധൈര്യമുള്ളതായി മാറും. നമുക്കറിയാം, എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, എന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്, എനിക്ക് വേണ്ടി ഇടപെടുന്ന ഒരു അപ്പനുണ്ട്, തൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ഇതൊക്കെ നമുക്കൊരു ബോധ്യമായി വരും. എപ്പോഴാ? അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ അറിയുമ്പോഴാണ്. അപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നിനെക്കുറിച്ച് വിചാരമില്ല. കാരണം എനിക്കറിയാം, എൻ്റെ അപ്പ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ദൈവസ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഴം ഗ്രഹിച്ചാലുള്ള ഗുണം എന്നാ? നമുക്ക് സന്തോഷം വർദ്ധിക്കും, നമുക്ക് സമാധാനം വർദ്ധിക്കും, നമ്മുടെ ഭയം മാറും, നമ്മുടെ ധൈര്യം കൊണ്ട് നമ്മൾ നിറയുവാനിടവരും. പലപ്പോഴും കർത്താവിനോട് ചോദിക്കും, കർത്താവ് എനിക്ക് അത് തരണേ, ഇത് തരണേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എന്നാൽ അതിന് പകരമായി, കർത്താവേ അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ എനിക്ക് കൃപ തരണം.